എല്ലാവരും കരങ്ങൾ ഉയർത്തിയിട്ട് നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തിട്ട് പറ, അടുത്ത അരമണിക്കൂർ സമയം ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തിട്ട് പറഞ്ഞാട്ട് അടുത്ത അരമണിക്കൂർ സമയം ഞാൻ ഈ മനുഷ്യനെ ശ്രദ്ധിക്കാൻ പോവുകയാണ്. സുദീർഘമായ ഒരു സർവീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അനുഗ്രഹീതമായ 2 സന്ദേശങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ഇനിയും ഒരു മെസ്സേജ് കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു വേള നിങ്ങളുടെ മനസ്സിലൂടെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രിയംറ്റീവായിട്ട് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുക്കുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന വേദഭാഗത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നിട്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ദൂത് എത്രയും വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വായിച്ച് കേൾക്കും. അവരെ വായിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനറൽ എക്സിക്യൂട്ടീവ്സിനും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനും മറ്റെല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ വന്ദനങ്ങൾ അറിയിക്കുന്നു. അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. എഫേസ്യ ലേഖനത്തിൽ ദൈവത്തിൻ്റെ അത്യന്തിക ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 വാക്യങ്ങളുണ്ട്. അതിലൊന്ന് ഇന്ന് നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യമാണ്. 2-ാമത്തെ വാക്യം അതേ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ഈ 2 വാക്യങ്ങളോട് ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 1-ാമത്തെ വാക്യം നമ്മളോട് പറയുന്നത് വാട്ട് ദിസ് എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ ക്യാൻ ഡു ഫോർ അസ്. ഈ അത്യന്ത ശക്തിക്ക് നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പ്രതിപാദ്യ വിഷയം വാട്ട് ദിസ് എക്സൈഡിങ് ഗ്രേറ്റ് പവർ ക്യാൻ ഡു ത്രൂ അസ്. നമ്മളിലൂടെ ഈ അത്യന്ത ശക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കാൻ കഴിയും എന്നുള്ളതാണ് 3-ാം അധ്യായത്തിലെ പ്രമേയം. 2ഉം വളരെ ഉന്നതമായ ചിന്തകളാണ്, വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട ചിന്തകളാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ പരിമിതമായ സമയമുള്ളൂ എന്നുള്ളതുകൊണ്ട് 2ാമത്തെ ചിന്ത ഞാനങ്ങ് പൂർണ്ണമായിട്ട് വിടുകയാണ്. എന്നിട്ട് 1-ാം അധ്യായത്തിലേക്ക് മാത്രം നമ്മൾ കടന്നു വന്ന് അവിടെ നിന്ന് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ നാളുകൾ താമസിച്ച സ്ഥലം എഫെസോസാണ്. 3 വർഷക്കാലം അവിടെ പാർത്ത് താൻ പ്രവർത്തിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ അവിടുത്തെ പ്രവർത്തന സമയത്ത് അവർ പല കാര്യങ്ങൾ കണ്ടു. പൗലോസിൻ്റെ മറ്റ് ഒരു പട്ടണത്തിൽ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരം വെളിപ്പെട്ടു വന്ന ഒരു പട്ടണമായിരുന്നു എഫെസോസ് പട്ടണം എന്ന് നമുക്കറിയാം. അപ്പോൾ പൗലോസിൻ്റെ ലേഖനങ്ങളെ വിഷയം കഴിഞ്ഞ നാളിൽ പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. പൗലോസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷം ഞാൻ ഈ പുസ്തകം എഴുതാൻ തക്കവണ്ണം അനേകം മാസങ്ങൾ ചെലവഴിച്ചപ്പോൾ പൗലോസിനോടുള്ള എൻ്റെ ബഹുമാനം വളരെ വർദ്ധിച്ചു. കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തുടക്കം മുതലേ താൻ പ്രവർത്തിക്കുന്നവനാണ്. എന്തെങ്കിലും ചെയ്ത് ചിട്ടയിച്ചു പോകുന്ന ഒരു രീതിയല്ല, താൻ ചെയ്തത് നിലനിൽക്കണം എന്ന നിർബന്ധത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനെയാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ കാണുന്നത്. അതുപോലെ ലേഖനം എഴുതിയപ്പോഴും ഉണ്ടല്ലോ, താൻ അതേ മൈൻഡ് സെറ്റോടുകൂടിയാണ് ലേഖനം എഴുതിയത്. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി ലേഖനം എഴുതുന്നോ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ് താൻ അവതരിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സന്തോഷത്തെക്കുറിച്ച് ജോയ് എന്നുള്ള പദം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഫിലിപ്പിയൻസിലാണ്. നമുക്കതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. പൗലോസ് ചങ്ങലയിട്ട് രാജഗ്രഹത്തിൽ കിടക്കുന്നതായിട്ടുള്ള സമയത്ത് പോലും ബാഹ്യമായ ഒന്നും തന്നെ തൻ്റെ സന്തോഷത്തെ ഹനിച്ചു കളവാൻ അനുവദിക്കാത്തൊരു വ്യക്തിയാണെന്ന് കണ്ട് മനസ്സിലാക്കിയ ഫിലിപ്പിയിലെ സഭയ്ക്കാണ് പൗലോസ് എഴുതിയത് ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് എഴുതിയത്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ പ്രമേയ വിഷയം സ്നേഹമാണ്. കാരണം അവിടുത്തെ കക്ഷി വഴക്കും കക്ഷി രാഷ്ട്രീയവും സഭാ രാഷ്ട്രീയവും എല്ലാം കൊണ്ടും അടുത്ത് കിടക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന ഒരു തീമായിട്ടാണ് താൻ ഇവിടെ സ്നേഹത്തെക്കുറിച്ച് എഴുതുവാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്.
തെസ്സലോനിക്കറിലെ നമ്മൾ വരുമ്പോൾ ഹോപ്പ്, പ്രത്യാശയാണ് ഇവിടുത്തെ വിഷയം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാം തലമുറ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, കർത്താവ് ഇതുവരെ മടങ്ങി വന്നില്ല, ഇനിയും ജീവനോട് ശേഷിക്കുന്നവരായ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ആ ലേഖനം എഴുതിയത്. അതുകൊണ്ട് ഹീ ഈസ് എംഫസൈസിങ് ദ തീം ഓഫ് ഹോപ്പ് ഇൻ ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ്, തെസ്സലോനിയൻസ്. എന്നാൽ എഫെസോസിലേക്ക് വരുമ്പോൾ the theme of the book of Ephesians is the power of God. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് താൻ എഴുതുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവത്തിൻ്റെ ശക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എഫെസോസിലുള്ള ജനം ശരിക്കും കണ്ട് മനസ്സിലാക്കിയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെ. അതുകൊണ്ടാണ് ഈ രണ്ട് ശ്രേഷ്ഠമായ പദപ്രയോഗങ്ങൾ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒന്ന്, ഈ അത്യന്ത ശക്തി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും, അതാണ് ഞാൻ തുടർന്ന് സംസാരിക്കാൻ പോകുന്നത്. രണ്ടാമതായിട്ട്, ഈ അത്യന്ത ശക്തിക്ക് നമ്മളിലൂടെ എന്തൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ആ രണ്ട് ചിന്തകളും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, എഫെസോസിലെ ജനങ്ങൾക്ക് രണ്ടാമത്തെ ആശയം പിടികിട്ടി. കാരണം ഈ അഭിഷക്തനായ ദൈവത്തിൻ്റെ ദാസൻ അവരുടെ പട്ടണത്തിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ അവനിലൂടെ നടന്നതായ ശ്രേഷ്ഠമായ ശുശ്രൂഷകളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. ആ വാക്യം സഹോദരി ഇപ്പോൾ വായിച്ചു കേൾപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കുകയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. നോക്കണം, ഇതെല്ലാം നടന്നത് ഈ ദൈവത്തിന്റെ ദാസനിലൂടെയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയാണ്, ഈ അത്യന്ത ശക്തിക്ക് വാട്ട് ക്യാൻ ദിസ് എക്സീഡിംഗ് പവർ ഡു ത്രൂ യു എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും ആശയം. കാരണം അഭിഷക്തനായ ഒരു അപ്പോസ്തലൻ അവരുടെ പട്ടണത്തിൽ വന്ന് പാർത്തപ്പോൾ 3 വർഷം കൊണ്ട് എത്രമാത്രം ആ പട്ടണത്തെ കലക്കി മറിച്ചെന്നും ആ പട്ടണത്തിൻ്റെ എല്ലാ മേഖലകളെയും എത്രമാത്രം താൻ സ്വാധീനിച്ചെന്നും അവർ നേരിൽ കണ്ടതാണ്. സോ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ്. പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ക്യാൻ ദിസ് എക്സീഡിംഗ് പവർ ഡു ഫോർ അസ്? ഞങ്ങൾക്ക് വേണ്ടി ഈ ശക്തിക്ക് എന്ത് ചെയ്യാൻ തക്കവണ്ണം കഴിയും? ഇദ്ദേഹം അപ്പോസ്തലനാണ്, ഇദ്ദേഹം അഭിഷക്തനാണ്, ഇദ്ദേഹം കർത്താവ് നേരിട്ട് ഇടപെടുന്നവനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലൂടെ ശക്തിക്ക് പലതും ചെയ്യാൻ കഴിയും. പക്ഷെ എനിക്കൂടെ എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ആ ചോദ്യത്തിന് മറുപടിയാണ് 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നൽകുന്നത്. അത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്. കാരണം എന്നറിയാമോ, ഈ ആളുകൾക്ക് മനസ്സിലാകാത്ത ആശയങ്ങൾ പറയുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. പലപ്പോഴും നമ്മൾ ആൾക്ക് മനസ്സിലാകാൻ ഒക്കാത്ത ആശയങ്ങളാണ് പലപ്പോഴും അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടാറുള്ളത്. ഞാൻ ബിബിയോട് പറഞ്ഞായിരുന്നു, ഇവിടെ ഒരു പടം ഒന്നിട്ട് കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് പടം കാണിക്കുന്നത് ഇഷ്ടമാണ് പ്രസംഗത്തിലെ. കാരണം പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ് എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. സഹോദരൻ ബിബി നോക്കണേ, ഇതൊരു പുസ്തകമാണ്. എൻ്റെ 90കളിൽ ഞാൻ വാങ്ങിച്ച ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾക്കെല്ലാം കാണാമല്ലോ. അതിൻ്റെ പേര് ഫയർ ഫ്രം ഹെവൻ എന്നാണ്. സമീപ സമയത്ത് നമ്മുടെ ഇടയ്ക്ക് വലിയൊരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു ചിന്താഗതിയാണ്. യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ വെള്ളം കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ അല്ലയോ എന്നുള്ളൊരു വലിയ ചിന്താവിഷയമായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ അനേകർ ഇറക്കി. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയ്ക്ക് 100 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വിഷയം വന്ന് ചർച്ചാ വിഷയം ഉണ്ടായി? എന്തുകൊണ്ടാണ്? എൻ്റെ വായനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കേരളത്തിൽ ആദ്യമായിട്ട് അഗ്നിയുടെ അഭിഷേകത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയത് അഗ്നിസ്നാനത്തെക്കുറിച്ച്, അഭിഷേകത്തെക്കുറിച്ചല്ല, അഗ്നിസ്നാനത്തെക്കുറിച്ച്. തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വിശദീകരിക്കാൻ സമയം സംസാരിച്ചു തുടങ്ങിയത് പാസ്റ്റർ കെ എബ്രഹാമാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത് അഗ്നിസ്നാനത്തെക്കുറിച്ച്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ചും അഗ്നിസ്നാനത്തെക്കുറിച്ചും ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയ പാസ്റ്റർ കെ എബ്രഹാമാണ്. അദ്ദേഹം നേതൃത്വം കൊടുത്ത് സ്ഥാപിച്ചതായ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ എന്തുകൊണ്ട് 100 വർഷം കഴിഞ്ഞപ്പോൾ ഇത് പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്നുള്ള സന്ദേഹത്തിലേക്ക് വന്നു? എന്തുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മുടെ ഇടയ്ക്ക് ഇതൊന്നും ഇല്ല. ദാറ്റ്സ് എ സിമ്പിൾ ട്രൂത്ത്. ആ പുസ്തകം ഒന്നുകൂടെ കാണിച്ചേ. ആ പുസ്തകം എഴുതിയേക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അറിയാമോ?
ഫയർ ഫ്രം ഹെവൻ എന്ന് പറഞ്ഞേക്കുന്ന ഈ പുസ്തകം എഴുതിയേക്കുന്നത് ഒരു സാധാരണക്കാരായ മനുഷ്യനല്ല. 94 ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഒരുപാട് ദിവസങ്ങൾ ഉപവസിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ദേഹത്ത് ഇന്നുള്ളതിനേക്കാൾ അനേകം മടങ്ങ് ആത്മാവിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. ഞാൻ തന്നെ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണ്. അപ്പോൾ അന്ന് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഭയങ്കര അമിതമായ ദാഹമായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകൾ തോറും കയറി ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കുറിച്ച് കിട്ടാവുന്ന സകല പുസ്തകങ്ങളും വാങ്ങി വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അങ്ങനെ തപ്പി ചെന്നപ്പോൾ കണ്ടൊരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം എഴുതിയത് ആരാണെന്നറിയാമോ? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ, ശ്രദ്ധിക്കണം, സാധാരണക്കാരൻ പാസ്റ്റർ എഴുതിയല്ല. ആ പാസ്റ്റർ എഴുതിയെന്ന് വിചാരിച്ചാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയത്. പക്ഷേ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി, ഈ ഹാർവി കോക്സ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ റിലിജിയൻ്റെ പ്രൊഫസറാണ്, മതം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്തിനുണ്ടായ സ്വാധീനത്തെക്കുറിച്ച് പഠിച്ച ശേഷം 21-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് എങ്ങനെ ലോകത്തെ മാറ്റിമറിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി 4 ഭൂഖണ്ഡങ്ങൾ സഞ്ചരിച്ച് അനേക 100 കണക്കിന് പെന്തക്കോസ്ത് സഭകളിൽ കയറി ഇറങ്ങി പെന്തക്കോസ്തുകാരുടെ ആരാധനയിൽ പെന്തക്കോസ്തുകാരനല്ലാത്തവൻ ഇരുന്ന് അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കയറി കണ്ട് മനസ്സിലാക്കി വെച്ച് വീട്ടിൽ വന്നിരുന്ന് എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങി മനസ്സിലാക്കി, എനിക്കിതിന് ഒരൊറ്റ പേര് മാത്രമേ കൊടുക്കാൻ ഒക്കത്തുള്ളൂ, ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അഗ്നിയാണ്. എന്നാൽ നമ്മൾ 100 വർഷം കഴിഞ്ഞപ്പോൾ പറയാണ് സ്വർഗത്തിൽ നിന്ന് അങ്ങനെ അഗ്നിക്ക് ഇറങ്ങി വരാൻ ഒക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് അങ്ങനെ പറയാനുള്ള കാരണം എന്നറിയാമോ? നമ്മുടെ സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഭകളിൽ അന്യഭാഷകളിൽ ഇന്ന് സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? ആരാധനയുടെ ഒടുവിൽ സംഗീത പൂർണ്ണങ്ങൾ വളരെ വേഗത്തിൽ തട്ടുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ കൈ അടിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഉള്ളിൽ നിന്ന് ഉയരുന്ന യേശു പറഞ്ഞ ആത്മാവിന്റെ നദി ഉള്ളിൽ നിന്ന് ഒഴുകുന്ന എത്ര പേര് നിങ്ങളുടെ സഭകളിലുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്റെ അടിസ്ഥാനത്തിന്മേൽ കർത്താവിന്റെ സഭയെ പണിയുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിന് മനസ്സായിരിക്കുമ്പോൾ ഇവിടെ തരം കിട്ടിയാലും നമ്മൾ പ്രവാചകന്മാരെ തറടിക്കുകയല്ലേ നമ്മുടെ രീതി. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഷ K.E. എബ്രഹാമിനോട് അമേരിക്കയിലേക്ക് നീ പോകുമെന്ന്, അമേരിക്കയിൽ ഒരു മലയാളിയും ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, സാധാരണ ആരും പോയിട്ടില്ലാത്ത കാലത്ത് പ്രവചിച്ച പ്രവാചകൻ എൻ്റെ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. കാരമ്പേല് മത്തായിച്ച് എന്ന് പറയുന്ന പ്രവാചകൻ. ആർക്കും ഒന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അത് നടന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം തന്റെ സഭയെ പണിയാൻ തക്കവണ്ണം വെച്ച വ്യവസ്ഥയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ സഭയെ പണിയാൻ. ഇന്നും പ്രവാചകന്മാരുണ്ട്, ഇന്നും അപ്പോസ്തലന്മാരുണ്ട്. ഒറിജിനൽ അപ്പോസ്തലന്മാരല്ല, അപ്പോസ്തലന്മാരുണ്ട്. അപ്പോസ്തലിക ശുശ്രൂഷ ഇന്നുമുണ്ട്, പ്രവചനീയ ശുശ്രൂഷ ഇന്നുമുണ്ട്. പക്ഷെ നമ്മളതിനെ കൈവിട്ട് കളയുകയാണ്. അതിന് മുമ്പിൽ നിന്ന്, ഏറ്റവും മുൻപന്തിൽ നിന്ന് അതിനെ ഉയർത്തി കാണിക്കേണ്ട IPCയിലെ സഭയിലെ ആളുകൾ ഇന്നതിനെ കൈവിട്ട് കളയുക. കാരണം എന്താണെന്നറിയാമോ? അന്യം നിന്ന് പോകുന്നു പല ആശയങ്ങളും. നമുക്ക് അനുഭവങ്ങൾ നിന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ തിയോളജികളെ മാറ്റുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അനുഭവങ്ങൾ നിന്നു പോകുന്നത് കൊണ്ട് നമ്മൾ തിയോളജി തിരുത്തി എഴുതുക. എനിക്ക് നിങ്ങൾക്കും അതിന് അവകാശം ദൈവം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ വേഗത്തിൽ മടങ്ങി വരട്ടെ, എൻ്റെ സമയം കൂടുന്നല്ലോ. അപ്പോൾ ഈ എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പൗലോസ് ഈ ബൃഹത്തായ ആശയം വെച്ചിട്ട് ഈ ജനങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. എന്നിക്കൂടെ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ നടന്നതുപോലെ നിങ്ങളിലൂടെയും ഈ ശക്തി വ്യാപരിച്ചാൽ വലിയ കാര്യങ്ങൾ നടക്കും എന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി ഒരു സാധന പാഠമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പൗലോസ് ഉപയോഗിച്ചത്. അതാണ് നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മൾ കേട്ടത്. ഇനി വായിക്കേണ്ട. അവിടെ 4 കൂട്ടം കാര്യങ്ങൾ ഞാനതൊന്ന് മുറിച്ച് അവിടെ 4 കൂട്ടം കാര്യങ്ങൾ വളരെ വേഗത്തിൽ കാണിച്ചിട്ട് ഞാൻ ഇരിക്കാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നു, ആ ശക്തി യേശുവിലും വ്യാപരിപ്പിച്ചപ്പോൾ ഒന്നാമതായിട്ട് ചെയ്ത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, പാസ്റ്റർ സാണി, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുണ്ട്, ഞാനുമായിട്ട് എന്താ ബന്ധം? പറയാം. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴേ അവൻ നിസ്സഹായനാകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രൂശിച്ച ദിവസം
ഉച്ച കഴിഞ്ഞ് 3 മണി നേരത്ത് സ്വന്തം തോളിന്മേൽ ശിരസ് ചായ്ച്ച് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹിസ് ബോഡി ബിക്കെയിം ലിംപ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരം മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ ലിംബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു, മലയാളം വാക്കി എനിക്കറിഞ്ഞൂടെ, ആകുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരവുമായി നമ്മുടെ കർത്താവിൻ്റെ ശരീരവുമായി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അരിമത്യക്കാരനായ യോസഫ് ഒന്ന് തൻ്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുന്നത് യേശു അറിഞ്ഞില്ല, കാരണം താൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. ഒരു പടയാളി കുന്തം കൊണ്ട് തൻ്റെ വിലാപ്പുറം കുത്തിയത് യേശു അറിഞ്ഞില്ല, യേശു അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ആ കുരിശിൽ നിന്ന് തന്നെ താഴെ ഇറക്കി ശീല കൊണ്ട് പൊതിഞ്ഞത് യേശു അറിഞ്ഞില്ല, കാരണം യേശു മരിച്ചു കഴിഞ്ഞിരുന്നു. ഒരു കല്ലറയിൽ കൊണ്ട് തന്നെ വെച്ചത് താൻ അറിഞ്ഞില്ല, താൻ എപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. അനേകം മണിക്കൂറുകൾ ആ നിസ്സഹാവസ്ഥയിൽ താൻ അവിടെ കിടന്നു. എപ്പോൾ വരെയാണെന്നറിയാമോ? ഈ ശക്തി വ്യാപരിക്കുന്നത് വരെ. ഇന്ന് രാത്രികാലം എൻ്റെ ദൂതത, പ്രൈസ് ദി ലോർഡ്. ഞാനും നിങ്ങളും പലരും ശരീരത്തിൽ ബലഹീനരാണ്. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ടായ ഒരു വർഷമായിരുന്നു. എൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളുണ്ടായ വിഷയങ്ങളാണ്. നമ്മുടെ പ്രസിഡന്റ് കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന അനേകരും ശരീരത്തിൽ ബലഹീനരാണ്. എന്നാൽ ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൂതുണ്ട്. നിങ്ങളുടെ ബലഹീനതയുടെ ആഴം എത്രമാത്രം വലുതാണെങ്കിലും അതിനൊരു അതിരുണ്ട്. ആ അതിരെവിടെ എന്ന് ചോദിച്ചാൽ ഈ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നതാണ് അതിന്റെ അതിര്. ഇന്ന് വാൽക്കാലം നിങ്ങൾക്ക്, ഇന്ന് രാത്രി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അനേകര് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. എൻ്റെ മുന്നിൽ അനേകര് ഹാർട്ടിന് പ്രോബ്ലമാണ് എന്നെ പോലെ. എൻ്റെ മുന്നിൽ അനേകര് ക്യാൻസർ രോഗികളാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തെ കൂടെ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഇന്ന് രാത്രികാലം ഈ ബലഹീനതകൾക്ക് ഒരതിരിടും. ഒരു ബലഹീനതകൾക്ക് അതിരിടും. ഇന്ന് രാത്രികാലം നിന്റെ ബലഹീനതകളുടെ അതിരിടുന്ന രാത്രിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? നിന്റെ ബലഹീനതയോടെ നീ കടന്നു പോകുന്ന സമയത്തെ ആ ബലഹീനത മണിക്കൂറുകളിലെ ആളുകളെല്ലാം നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ തിരുത്തും. യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന അവൻ്റെ ആ ലിംബ് ബോഡി അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് അവൻ്റെ ശിഷ്യന്മാരെന്ന് ഒരു കാലത്ത് അഭിമാനിച്ചിരുന്ന 2 പേര് എമ്മൗസിലേക്ക് നടന്നു പോവാ. യേശു ഉയർത്തെഴുന്നേറ്റൊന്നും ഇവരെ അറിഞ്ഞില്ല. നടന്നു പോകുന്നവരോട് ചേർന്ന് യേശു നടക്കുമ്പോൾ യേശു അവരോട് ചോദിച്ചു, സഹോദരന്മാരെ നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ട് പോന്നേ? ഉടനെ അവർ പറഞ്ഞ വാചകം നിങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന്. പക്ഷെ അവൻ മരിച്ചുപോയി, അവൻ ബലഹീനനായി പോയി. ഞങ്ങൾ പ്രതീക്ഷകളൊന്നും ചെയ്യാനെ കൊണ്ട് കഴിയത്തില്ല. ഇന്ന് രാത്രികാലം രോഗത്തിലൂടെ കടന്നു പോകുന്ന പൈതലേ, ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, നമുക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല നമ്മുടെ പണം ഡോക്ടർമാർക്ക് കൊടുക്കുന്നത്, നമുക്ക് സന്തോഷമായിട്ടല്ല. പക്ഷെ നിർവാഹമില്ലാത്തത് കൊണ്ട്, രോഗം നിന്റെ ശരീരത്തെ കാർന്നു നിന്നത് കൊണ്ട് ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് നീ മാറ്റപ്പെടുമ്പോൾ, ഒരു ഡോക്ടറുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ഡോക്ടറുടെ ഓഫീസിലേക്ക് പോകേണ്ടി നിനക്ക് വരുമ്പോൾ പലരും നിനക്കെതിരെ പല വിധികളും പറഞ്ഞെന്നിരിക്കും. പലവരുടെ സാക്ഷ്യം നിന്നെ കുറിച്ചുള്ള തിരുത്തിയെന്നിരിക്കണം. സങ്കീർത്തനം നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ, ഇവൻ ഇനി എഴുന്നേൽക്കയില്ല എന്നുള്ള പാപശ്രുതി പലരുടെയും വായിൽ നിന്ന് ഞാൻ കേട്ടു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. നിങ്ങൾ ഒരു വളരെ കേട്ടിട്ടുണ്ടായിരിക്കാം.
നിങ്ങളെക്കുറിച്ച് അങ്ങനെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കാം, ഇതോടെ ഇവൻ തീരും, ഇനി ഇവിടെ നിന്ന് എഴുന്നേൽക്കയില്ല എന്ന് പറയുന്നത് ഒരുവേള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു മർമ്മം ഞാൻ പറയാം. അവർക്കറിയാൻ വയ്യാത്തൊരു രഹസ്യമുണ്ട്. എന്നിലൂടെ വ്യാപരിക്കുന്ന എൻ്റെ സ്വന്തമല്ലാത്ത ഒരു അത്യന്ത ശക്തി എൻ്റെ മൺകൂടാരത്തിലുണ്ട്. നിന്നിലൂടെ വ്യാപരിക്കുന്ന നിന്റെ സ്വന്തമല്ലാത്ത ഒരു അത്യന്ത ശക്തി നിന്റെ മൺകൂടാരത്തിലുണ്ട്. വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ആ ശക്തി വ്യാപരിക്കട്ടെ. ഞാനൊരു പോയിന്റ് പറഞ്ഞുള്ളൂ, സാരമില്ല, പ്രസംഗം തീർക്കണം നിർബന്ധമൊന്നുമില്ല. ആ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൽ വ്യാപരിച്ച ആ ശക്തി. സഹോദരന്മാരെ, ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഈ പവർ പോയിന്റ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ വളരെ ഉത്തേജിപ്പിച്ച ഒരു ചിന്തയോടെ ഞാൻ പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോവാം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ശക്തി ഇങ്ങോട്ട് ഇറങ്ങി വന്നത് യേശുവിനെ ഉയർപ്പിക്കാനാണ്. പക്ഷേ ഈ ശക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദിസ് ഈസ് ആൻ എക്സീഡിംഗ്ലി ഗ്രേറ്റ് പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അളക്കാനൊക്കാത്ത ഒരു ശക്തിയാണ്. അളവുകൾ നിശ്ചയിക്കാനൊക്കാത്ത ഒരു ശക്തിയാണ്. ഓ, സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഇതാണ് ഈ അരിമത്ഥ്യക്കാരൻ യോസഫിന്റെ കല്ലറയെന്ന് വിചാരിക്കുക. അവിടേക്ക് ഇറങ്ങി വന്ന ശക്തിയുടെ ആ അത്യന്ത സ്വഭാവം കൊണ്ട് it leaked out to the surroundings. It spread to the surroundings. ഇവിടെ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് ശക്തി ഇറങ്ങി വന്നതെങ്കിലും ആ ശക്തിയുടെ വലിപ്പമല്ല, അളവറ്റ വലിപ്പമുള്ള ശക്തി ആയതുകൊണ്ട്, എക്സീഡിംഗ് ഗ്രേറ്റ് പവർ ആയതുകൊണ്ട് ആ കല്ലറയ്ക്കുള്ളിൽ ആ ശക്തി ഒതുങ്ങി നിന്നില്ല, ചുറ്റുപാടുള്ള കല്ലറയിലേക്ക് അത് പോയി. ഓ കഴിവിടത്തോളം പറഞ്ഞു തീർക്കാൻ നോക്കാം. സംഭവിച്ചെന്താണ്? ഇവിടെ ഇറങ്ങി വന്ന ശക്തിയുടെ പൂർണ്ണത അടുത്ത കല്ലറയിൽ ചെന്നില്ല. പൂർണ്ണത ഇറങ്ങി വിടുന്നത് ഇവിടെ. പക്ഷേ ഈ ശക്തിയുടെ ഒരല്പം അങ്ങേ കല്ലറയിൽ ചെന്ന് തൊട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന പുള്ളി ചാടി എഴുന്നേറ്റു. മത്തായിയുടെ സുവിശേഷന്റെ ഒടുവിൽ ഒരു ക്യൂരിയസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കല്ലറകൾ പലർന്നു തുറന്നു, പലരും ജീവനുള്ളവരായി പ്രത്യക്ഷരായി. അവരാരും പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലായിരുന്നു, അവരാരും അത് പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇവിടെ പകർന്ന ശക്തി, ഇവിടെ പകർന്ന ശക്തി, ഇവിടെ പകർന്ന ശക്തി, ഇവിടെ പകർന്ന ശക്തി ഒരു അത്യന്ത ശക്തി ആയതുകൊണ്ട് when it spilled over, it took just a fraction of that power for somebody else to get up. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരിക്കാം. ഇവിടെ എന്നാ ശക്തി ഉയർന്നാലും എനിക്കൊരു ചുക്കും വരാൻ പോകുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുകയായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം അത്യന്ത ശക്തി ഇവിടെ പകരാൻ തുടങ്ങിയാൽ it's going to spill over, it's going to spill over, it's going to spill over, it's going to spill over. നിന്റെ അടുത്തിരിക്കുന്ന അന്യഭാഷ പറയുന്ന 10-40 കൊല്ലമായിട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഹോദരന്റെയും സഹോദരിയുടെയും മേൽ ആ ശക്തി വ്യാപരിക്കുമ്പോൾ it's going to spill over.
Spill our Holy Spirit. Spill our Holy Spirit. Spill our Holy Spirit. Break down the barriers, Holy Spirit. Break down the barriers. Break down the barriers. Break down the barriers. പ്രതീക്ഷിക്കാത്തവനെ കൂടെ ശക്തീകരിക്കുന്നതായി ശക്തി. അങ്ങനെയെങ്കിൽ പ്രതീക്ഷയോടുകൂടെ കണ്ണുനിരിക്കുന്ന നിനക്ക് എത്രയധികം. എനിക്ക് 5 മിനിറ്റ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പോയിന്റിലൊക്കെ ഒന്ന് പെട്ടെന്ന് നിർത്താം. രണ്ടാമതായിട്ട് അത് പറയുന്നത് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവനെ ഉയർത്തിയിട്ട് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവനൊരു സ്ഥാനം നൽകി. ഈ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാലുണ്ടായ രണ്ടാമത്തെ വ്യത്യാസം എന്താ അറിയോ? ദെയർ ഈസ് ആൻ എലിവേഷൻ ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ട്. എവിടെയെല്ലാം ഈ ശക്തി വ്യാപരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കഥയല്ലേ മലയാളി പെന്തക്കോസ്തുകാരെ, നമ്മുടെ കഥയതല്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മളെ തന്നെ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നാം നമ്മെ തന്നെ വേർതിരിച്ചപ്പോൾ ഉയർത്തിയ ദൈവമല്ലേ നമ്മുടെ ദൈവം? ആ ഉയർച്ചയുടെ 2 ഭാഗങ്ങളും കുഞ്ഞെ പെട്ടെന്ന് വായിക്കണം. വായിച്ചിട്ട് ഞാൻ 2 വാക്കുകൾ പറഞ്ഞു നിർത്താൻ എൻ്റെ സ്വയം തീർന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. മതി ഞാൻ അതിനെക്കുറിച്ച് ഒറ്റ വാക്ക് പോലും പറയുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന വിഷയമാണ്. നമ്മളുമായിട്ടുള്ള ബന്ധം എന്തുവാ? നമ്മുടെ ഉയർച്ച എന്തുവാ? സങ്കീർത്തനങ്ങൾ 113:7-8. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോട് കൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ തന്നെ ഇരുത്തുന്നു. അതല്ലേ നമ്മുടെ കഥ, അതല്ലേ നമ്മുടെ സാക്ഷ്യം. ആമേൻ. ഞാനൊരു മിഡിൽ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആരാധിച്ചുകൊണ്ടിരുന്നത് കൊറ്റനാട് IPC ചർച്ചിലായിരുന്നു. പാവപ്പെട്ട ദൈവമക്കൾ, വെറും പാവപ്പെട്ട ദൈവമക്കൾ. പക്ഷേ ആത്മാവിലും സത്യത്തിലും ഇതുപോലെ ആരാധിക്കുന്ന ഒരു സഭ ഞാൻ വേറെ കണ്ടിട്ടില്ല. എല്ലാ ഞായറാഴ്ചയും 10 മണിക്ക് ആരാധന തുടങ്ങി ഒരിക്കൽ പോലും 3 മണിയാകാതെ ആരാധന തീരത്തില്ലായിരുന്നു. ഈ കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുന്ന സകല നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഓരോരുത്തരും വ്യാഖ്യാനമുണ്ട്, ഓരോരുത്തരും പ്രവചനമുണ്ടെന്ന് പറയുന്ന ആളുണ്ടല്ലോ. അത് മുഴുവൻ കണ്ടിട്ടുള്ള ഒറ്റ സഭ ആ സഭയുള്ളായിരുന്നു. എന്നാൽ അവിടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. 2 മിനിറ്റ് വേണ്ടി പറഞ്ഞു നിർത്താം. എന്താണെന്നറിയാമോ? വെറും പാവങ്ങളായതുകൊണ്ട് ഓല കൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കൂരയാണ് സഭാഗോള്. ഓല കൊണ്ട് മെടഞ്ഞതാണ് അതിൻ്റെ ഭിത്തി. മഴ പെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഈ നമ്മുടെ ഇവിടുത്തെ മൺസൂൺ സീസൺ വരുമ്പോൾ, വെളിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അകത്തായിരുന്നു വീഴുന്നത്. അപ്പോൾ ആ അകത്ത് വീഴുമ്പോൾ ഞാനന്ന് 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയമാണ്. ഞങ്ങളെല്ലാം മഴ വീഴാത്ത ഒരു മൂലയ്ക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കും. അതിന് നിർവാഹമുള്ളായിരുന്നു. ഇത് കണ്ട അവിടുത്തെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. പിന്നെ അദ്ദേഹം IPC പാസ്റ്ററായി. VJ ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു ദിവസം അദ്ദേഹമാണ് സഭാ സെക്രട്ടറി. അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കേട്ടോ, മഴ നനയുന്ന കണ്ടോ, ഇത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചിലർ കുമ്മനാട്ടേക്ക് പോവാ, സാറപ്പച്ചനെ പോയി കാണാൻ പോവാ. അടുത്ത മാസം സാറപ്പച്ചൻ അമേരിക്കയ്ക്ക് പോകുന്നു കേട്ടു. നമ്മൾ ഇന്ന് അദ്ദേഹത്തോട് നമ്മുടെ സഭയുടെ കാര്യം പറയാൻ പോവാ. അവർ ഇവിടെ വന്നു സാറപ്പച്ചനോട് പറഞ്ഞു. സാറപ്പച്ചൻ അവർക്ക് വാക്ക് കൊടുത്തു, അമേരിക്ക ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന 1ാമത്തെ സ്തോത്ര കാഴ്ച കൊറ്റനാട് സഭയ്ക്കായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം വാക്ക് പാലിച്ചു കഴിഞ്ഞപ്പോൾ 4 തൂണ് ഇഷ്ടിക കൊണ്ടുണ്ടാക്കി 4 തൂണിൽ ഒരു ഓടിട്ടൊരു കെട്ടിടം ഉണ്ടാക്കാനും പരമ്പ് കൊണ്ടുള്ളൊരു ഭിത്തി ഉണ്ടാക്കാൻ, മറച്ചൊരു ഭിത്തി ഉണ്ടാക്കാനും അന്ന് കൊറ്റനാട് സഭയെ കൊണ്ട് സാധിച്ചു. ഇതായിരുന്നു കൊറ്റനാട് സഭയുടെ അന്നത്തെ ചരിത്രം. 2016 ഞാനിവിടെ വന്നപ്പോൾ കൊറ്റനാട് സഭയിലെ പാസ്റ്ററെ കാണാൻ എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്ര പടുകൂറ്റനൊരു മന്ദിരമാണെന്നറിയാമോ ഇന്ന് കൊറ്റനാട് ഈ സഭയ്ക്കുള്ളത്. കാരണം എന്താണെന്നറിയാമോ? ഈ മൺകുടിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടുമ്പോൾ പരാതി പറയാതെ ആമേൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വ്യാപരിച്ച് ആമേനിൻ്റെ പിന്നാലെ ഒരു ഉയർച്ച ഉണ്ടാകുമെന്ന് ആമേൻ ഞായറാഴ്ച തോറും വിശ്വാസത്തോടുകൂടെ പ്രഖ്യാപിച്ച സഭ
അത് കണ്ടു. ഞാൻ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അനേക ചെറുപ്പക്കാരൻ എന്നോട് വന്ന് സംസാരിക്കാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ബിരിയാണി കഴിച്ചാൽ വളർന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പുള്ളി കൊള്ളാവില്ല, അങ്ങോട്ട് വലിയ വീട്ടിലെ പാർട്ടിയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഭാവം കണ്ടു പറഞ്ഞു, പക്ഷേ മനസ്സിലായില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല. എന്താ ഞാൻ പറഞ്ഞത് അറിയാമോ? ഞാനൊരു പാസ്റ്ററുടെ മോനാ. ഞങ്ങളുടെ വീട്ടിലെ അരി എന്ന് പറയുന്നത് ഒരാൾ കൊണ്ടുവരുന്ന ചാക്കരി, ഒരാൾ കൊണ്ടുവരുന്ന പച്ചരി, ഒരാൾ കൊണ്ടുവരുന്ന അയ്യാറെട്ട്, ഒരാൾ കൊണ്ടുവരുന്ന കുത്തരി. എൻ്റെ അമ്മ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ നല്ല ഒന്നാം തരം ബിരിയാണിയാണ്. ഇത് കഴിച്ച് ഞാൻ വളർന്നെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, അങ്ങനെ ബിരിയാണി കഴിച്ച അനേകം പെന്തക്കോസ്തുകാർ ചെറുപ്പക്കാർ ഇന്ന് കോടീശ്വരന്മാരല്ലേ? അമ്മേൻ ഏറ്റവും അധികം മണിമന്ദിരങ്ങൾ ഇതിൻ്റെ ചുറ്റുമല്ലേ ഉയർന്നു നിൽക്കുന്നത്. എന്താണ് കാര്യം എന്നറിയാമോ? എവിടെ ഈ ശക്തി വ്യാപരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ പിന്നാലെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അടുത്ത സമയത്ത് കോട്ടയത്ത് യോഗിച്ചോയുടെ ചർച്ചിലെ പാസ്റ്റർ വന്ന് പ്രസംഗിച്ചല്ലോ. ചൊറിയുടെ ചരിത്രം നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. വെറും നെൽപ്പാടങ്ങൾ മാത്രമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, യോങ്കിച്ചോയും മറ്റു ചിലരും കൂടി ഈ രാജ്യത്തെ ദൈവത്തിന്റെ നീതിയിലേക്ക് നയിച്ചപ്പോൾ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന 10,000 കണക്കിന് ജനങ്ങൾ എഴുന്നേറ്റപ്പോൾ ആ ജനങ്ങൾക്ക് മാത്രമല്ല ഉയർച്ച ഉണ്ടായി, രാജ്യത്തിന് ഉയർച്ച ഉണ്ടായി. ഇന്ന് ലോകത്തിലെ ഒരു എക്കണോമിക് പവറാണ് ആമേൻ സൗത്ത് കൊറിയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചിട്ട് അവനെ ഉയർത്തി ഉന്നതമായ ഒരു സ്ഥാനത്ത് അവൻ ഇരിപ്പിടം നൽകിയെങ്കിൽ അതേ ആത്മാവിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ താഴ്ചയുടെ അനുഭവം മാറും. ഇന്നത്തെ പട്ടിണികൾ മാറും, പൈതാഹ്യങ്ങൾ മാറും. അയൽവക്കത്തുള്ളവരെ നോക്കി അവരെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നല്ലോ, ഞങ്ങൾ ഇന്ന് പട്ടിണി പാവങ്ങളാണല്ലോ എന്ന് കരുതി ഭാരപ്പെടണ്ട. ദൈവത്തെ നീ സത്യത്തിലും ആത്മാവിലും തുടർന്നും ആരാധിക്ക്. നിനക്കൊരു ഉയർച്ച വരുന്നുണ്ട്. എവിടെ ഈ ശക്തി വ്യാപരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ഞാൻ പകുതി പോലും പറഞ്ഞില്ല, പക്ഷെ നിർത്തുക.